ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് കഴിഞ്ഞ വീഡിയോയിലുള്ള കോണൂർ തന്നെ കേട്ടോ. കോണൂർ അടുത്തൊരു പ്ലേസിലേക്ക് വന്നതാണ്. ഒരുപാട് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് നടന്നൊരു സ്ഥലമാണ്. ടീ ഫാക്ടറികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഏരിയയിൽ ഒരുപാട് ടീ ഫാക്ടറി ഉണ്ട്. കോടമഞ്ഞോട് നിറഞ്ഞു കിടക്കുക കേട്ടോ. കോടമഞ്ഞ് ഇപ്പം അങ്ങോട്ട് കയറിയിട്ടുള്ളൂ. ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങ് അകലെ ആയിരുന്നു. മേട്ടുപാളയം അങ്ങാടി സിറ്റിയൊക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇപ്പം കോടമഞ്ഞ് നല്ലോണം കയറി വരുന്നുണ്ട്. ഇപ്പം സമയം ഉച്ചക്ക് 12:30 മണിയായിട്ടോ. ഏട്ടാ എന്ത് സ്ഥലത്തിൻ്റെ നെയിം ഏട്ടാ ഗ്രീൻ വാലി വ്യൂ ടീ ഗാർഡൻ ഒരു ഷൂട്ടിംഗ് സ്ഥലം. അവിടെ താഴെ இருக்குல்ல அது டீ ஃபேக்ட்ரி. അവിടെ உங்களுக்கு மசாலா டீ, ஜிஞ்சர் டீ, காடமம் டீ, க்ரீன் டீ, பிளைன் டீ, சாக்லேட் டீல தயார் பண்ணுறது. மேலே மூலில் வந்து ஆயில் ஃபேக்ட்ரி ഉണ്ട്. യൂക്കാലിപ്പോഴത്തെ എല്ലാം ജോയിൻറ്റ് പെയിൻ ഓയിൽ, ക്ലവ് ഓയിൽ, ബാദാം ഓയിൽ, ഹെയർ ഓയിൽ എല്ലാം അവിടുത്തെ തയ്യാർ பண்ணுறது. 30 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കയറി നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മൂന്നാറിലെ ഒരാൾക്ക് 150 രൂപ ടീ ഫാക്ടറി കാണുന്നതിനുണ്ട് കേട്ടോ. ഇവിടെ 30 രൂപ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ടീ ഫാക്ടറി ഒരുവിധം എല്ലാവരും കണ്ടതായിരിക്കും. എന്നാലും അവിടുത്തെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണാത്തവർക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഏതായാലും ടോപ്പിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിൻ്റെ ടോപ്പിലെ ഒരു ടീ ഫാക്ടറിയിൽ എത്തിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കീറി മുറിച്ച് തരുള്ളൂ. എല്ലാ കൈമേൽ ടാഗ് ഒട്ടിക്കണം. അല്ലാതെ കൊഞ്ചല്ലേ പേരാണോ? സന്ധ്യ. അപ്പോൾ നമ്മൾ ഏതായാലും ടോപ്പിലേക്ക് കയറാണ്. ഓരോ രണ്ടാളത് ഓടിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇനി ടോപ്പിലേക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫാക്ടറി എങ്ങനെയൊക്കെ ആണെന്നുള്ളതൊന്ന് കാണാം. പറയൂ. Okay. This is the benchmark tea factory. Okay. See the 100 years old tea factory. This is the 3 floors, na? 3 the same model. Okay. This is the withering section. Oh. Withering means 10 or 12 hours that tea leaf, na? Hot or cold fan. ഫാൻ നീച്ച ഫാൻ ഇരിക്കേ. ഫാൻ ഇருக்கு. ഓക്കെ. അതിൽ അടിയിൽ ഫാൻ ഉണ്ടെന്നാ പറഞ്ഞത്. എത്ര മണിക്കൂർ? 10 or 12 hours. ഓക്കെ. അതായത് 10-12 മണിക്കൂർ ഇതിങ്ങനെ ഇട്ട് വെച്ചേക്കും അടിയിൽ ഫാൻ ഉപയോഗിച്ചിട്ട്. ഇത് ഓക്കെ. ഇതിൽ വെള്ളം വലിഞ്ഞു പോവാണ്. ഓക്കെ. 10 or 12 hours finish na, see the rubbering stages coming. ഓക്കെ. അത് without moisture. moisture എല്ലാം റിമൂവ് பண்ணிட்டு ഇത് வந்து நமக்கு rubbering stage-க்கு മാറി വരും. അടുത്ത സ്റ്റേജ് കാണാം അല്ലേ? ഓക്കെ. ഇത് 10 മണിക്കൂർ 12 മണിക്കൂർ വരെ ഇത് അടിയിൽ ഫാൻ ഉണ്ട്. ആ ഫാൻ കൊണ്ട് ഇതൊന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് റബ്ബർ ടൈപ്പ് മോഡലാക്കി എടുക്കും എന്നാ പറഞ്ഞത്. ഏതെല്ലാം അടുത്ത സ്റ്റേജിലേക്ക് പോവാ. ഇതെന്നാ ഇതിലേക്ക് ഇറങ്ങി പോണോ? Roller means tea crushing wala machine. The rubbering stages leaf na, we take 250 kgs, we will put the roller. ഓക്കെ ഓക്കെ. 100 കൊല്ലമായത് ഇതൊക്കെ വായിച്ച് മനസ്സിലായിക്കോളിട്ടോ. ഞാൻ നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വെച്ചാൽ എക്സ്പ്ലെയിൻ ഉണ്ടോ? ഓക്കെ പറഞ്ഞോളൂ. Tea leaf. First tea means white tea. White tea means but tea. But tea na full medicine tea hai. Full थोड़ा टेस्ट नहीं है, फुल अच्छा मेडिसिन है. Okay. The blood circulations ना, वो kidney stone पूरा अच्छा clear है. This is the top tea. This is the green tea. Green tea means weight loss. Okay. ഇതിന്റെ ടോപ്പ് ഭാഗം മാത്രം എടുത്തിട്ടാണ് നമുക്ക് ആ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത്. White tea, green tea. ഗ്രീൻ ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ, ആ രണ്ടും ഇതിന്റെ ടോപ്പ് ഭാഗം മാത്രം. ഓക്കെ. പിന്നെ അതിന്റെ അടിയിലേക്കുള്ളതാണ് ഗ്രീൻ ടീ. അത് ഗ്രീൻ ടീ. ഇതാണ് നമ്മ ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ ഓർഡിനറി. ഓക്കെ. സാധാ ടീ ആണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇനി അടുത്തേക്ക് പോവാം. അടുത്ത മെഷീൻ നമുക്ക് കാണാം കേട്ടോ. ഓരോ മെഷീനിലേക്ക് നമ്മൾ പോവാണ്. അതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ കണ്ട ഹോളാണിത്. ഈ ഹോളിൽ കൂടി ഓരോ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്യും. അപ്പോൾ സൗണ്ട് അതിലേക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് അറിയിച്ചത് 40 minutes in crushing, 40 minutes finish na, we will connect at the filtering machine. Filtering machine ka work na, the separate the bigger size, smaller size separate coming. 40 മിനിറ്റ് അല്ലേ? 40 മിനിറ്റ്
ഓക്കെ 40 മിനിറ്റ് ഇതിൽ ഇത് ഇട്ടിട്ട് ഇതിങ്ങനെ അരിച്ചുകൊണ്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടും. അതായത് ചെറുത് വലുതായിട്ട് ഈ കാണുന്നുണ്ടല്ലോ സ്മോളായിട്ട് വരുന്നത് അതുപോലെ പല സൈസിലേക്ക് മാറ്റിയെടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇതിൽ കൂടി നമ്മൾ നേരത്തെ കണ്ട ഹോളിൽ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ കണ്ടതായിരിക്കും, എന്നാൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. വെളിച്ചം കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാണ് നമ്മ റോളിംഗ് ആൻഡ് ഫെർമെന്റേഷൻ സെക്ഷൻ. ഓക്കേ. 40 മിനിറ്റ്സ് ഫിനിഷ്ല വി വിൽ കണക്ട് ദ ഫിൽറ്ററിംഗ് മെഷീൻ. ഇതിലേക്ക് ആക്കോ. ഇതിൽ എന്താ ചെയ്യുന്നത്? അത് സെപ്പറേറ്റ് the bigger size smaller size separate. Then after the split meat the fermentation in 1 hour. We will split in fermentation in 1 hour na. Just color changing. The brown color is coming. The green tea leaf, the brown color is coming. Okay. Then after we will put the dryer, sheet the dryer. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് ഇതെന്താ സംഭവം? എന്താ Dryer. അതായത് ഉണക്കിയെടുക്കുക. ഓക്കെ. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരും. ഇതിൽ നിന്ന് ഉണക്കിയെടുത്തിട്ട് നമുക്കത് ഇട്ടും കൂടി we will put brown tea in dryer na. After 20 minutes the black tea coming out. 20 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് black tea വരും. ബ്ലാക്ക് ടീ ആയി വരും. ഓക്കെ. സെപ്പറേറ്റ് വരും. ടീ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും. ടീ സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ. ഇത് ഏതാണ്? ടീ വേസ്റ്റ് വരുന്നത്. ടീ വേസ്റ്റ് നമ്മൾക്ക് ഫാർട്ടിലൈസർ നമ്മൾക്ക് ഉരമായിട്ട് ഇടും. ചെടിക്ക് തിരിച്ച് ഉരമായിട്ട് ഇടും. കഴിഞ്ഞോ? ഇതാണ് നമ്മൾക്ക് ഫൈനൽ മെഷീൻ. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഒരു ഐറ്റം മാത്രമാണോ വരുന്നത്? മൊത്തത്തിലേക്ക് ഒന്നാണ് വരുന്നത്. ഗ്രേഡിംഗ് മെഷീൻ തറ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ വരുന്ന കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഏലക്കൻ്റെ ചായ കഴിഞ്ഞ് അടുത്ത ഏതാണ്? മസാല. അതിലെന്തൊക്കെ? ചായ എന്ന് പറഞ്ഞാൽ പട്ട, ഗ്രാമ്പു, ചുക്ക്, ഏലക്ക, കുരുമുളക്, ജാതിക്ക. ഇതിൽ 25 സ്പൈസസ് ആഡ് ആയിട്ടുണ്ട്. എല്ലാം ആഡ് ആയിട്ടുണ്ട്. സ്പൈസസും അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ പറഞ്ഞതൊക്കെ ആഡ് ആയിക്കണം. അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടാക്കണമെങ്കിൽ ഈ ചായൻ്റെ ചൂട് തന്നെയാവും. ഏതായാലും ആ പറഞ്ഞതൊക്കെ ഇതിൽ ആഡ് ആയിക്കണേ. അപ്പോൾ അടുത്തേലും ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത് നോക്കാൻ. കട്ടനും എടുക്കുക. എല്ലാം ടേസ്റ്റ് നോക്കണമല്ലോ. ഏതായാലും നമുക്ക് അടുത്ത കട്ടനാണ്. കട്ടൻ ചായ. ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റ് ഡിക്കഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ലെമൺ ടീ. അല്ല അന്നപ്പോ 5 തരം ചായപ്പം ഇവിടുന്ന് പിടിച്ചു. മസാല ടീയും അതുപോലെ ചോക്ലേറ്റ് ടീയും ഫ്ലേവർ ആഡ് സ്പൈസസ് ആഡ് ആക്കും. മസാല ടീ ഏലക്കട്ടിയിൽ ഏലക്ക, ചോക്ലേറ്റ് കോക്കോ പൗഡർ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണല്ലേ. ഇത് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീ തന്നെയാണ്. നമ്മള് വീട്ടില് എടാ സാധാ ചായപ്പൊടി വാങ്ങി അതിൽ ഏലക്കായ് വേറെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഇത് തന്നെ അല്ലേ? ഇങ്ങനത്തെ ചായപ്പൊടി വാങ്ങുന്നത് മിഷനിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെതായ ടേസ്റ്റ് മൊത്തത്തിൽ കിട്ടും. വ്യത്യാസം കിട്ടും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഔട്ട്ലെറ്റ് പെട്ടെന്ന് കാണാൻ കഴിയില്ല. നമ്മളെ ധാരണയിൽ നേരെ താഴത്തായിരിക്കും. അതുകൊണ്ട് വണ്ടി എടുത്ത് നേരെ താഴത്ത് പോയിട്ട് ആ ഔട്ട്ലെറ്റ് പോയി റൈറ്റും കാര്യം ചോദിച്ച് സാധനം വാങ്ങുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? ബെഞ്ച് മാർക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇവിടെയൊക്കെ സ്ഥലത്തിന്റെ പേരെന്താ? ബെഞ്ച് മാർക്ക്. ഓക്കെ, ഗരൻസി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പം ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ആ ഔട്ട്ലെറ്റും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതന്നെ കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതാണ് നമ്മളെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ ടീ ഫാക്ടറിൻ്റെ. അപ്പോൾ ഏതായാലും ഇതിനുള്ളിലെ ഔട്ട്ലെറ്റ് ഇതാണ് ഈ ഫാക്ടറിൻ്റെ. അവിടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കാണാം. അപ്പോൾ ഏതായാലും സാധനങ്ങളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഏകദേശം സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. എവിടെ സാധനമാണല്ലേ? ആരാണ്? ഇവിടെ നിങ്ങൾ കാത്തിക്കുക പറയണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ആണ്. ഔട്ട്ലെറ്റുള്ള ചായപ്പൊടികൾ നമുക്കൊന്ന് കാണാമല്ലേ? ഇതൊക്കെ എത്ര വരുന്നത്? 250 500 ഗ്രാം 250 വരുന്നല്ലേ? ഇത് മസാല ടീ എങ്ങനെ? ഇത് അത്ര സ്പൈസസും മിക്സ് 26 വെറൈറ്റി സ്പൈസസ് മിക്സ് ഉണ്ട്.
ഇത് ഏലക്ക. ഏലക്ക ഇത് 260 ആണ്. 260. 250 ആണല്ലോ എഴുതി വെച്ചേ. ഇതില്ല, ഇത് ഒറിജിനൽ പ്രൈസ് 328, 25% ഡിസ്കൗണ്ട് ആണ്. ഓക്കെ. ഇത് ആ ഇത് 260. ഇത് നോർമൽ ടീ. ഇത് നോർമൽ ടീ 200. നോർമൽ ടീ കട്ടൻ ചായ ഇടலாம், പാലൂത്തി ഇടலாம். പാല് രണ്ടും പറ്റൂലേ? സാധാ ചായപ്പൊടി. ഓക്കെ. ഇത് ഹെർബൽ ടീ ആണ്. ഹെർബൽ ടീ. ഇത് അശ്വഗന്ധാതിമധുരം. അശ്വഗന്ധാതിമധുരം, തുളസി, കാടമം, ജിഞ്ചർ മിക്സ് ആണ്. ഓക്കെ. ഇത് ഇഞ്ചി, ജിഞ്ചർല്ലേ? ഇത് ഏലക്ക. ഏലക്ക വരുന്നു. ഇത് ലെമൺ ടീ ആണ്. ലെമൺ ടീ. ലെമൺ ടീ ഇങ്ങനെ തന്നെ വരും. ലെമൺ ടീന്റെ ടേസ്റ്റ് വരും. ആ ടേസ്റ്റ് കിട്ടും. ഇത് ഡ്രൈ ലെമണും. 500 രൂപ വരുന്നുണ്ട്. 500 വരുന്നുണ്ട്. 250 ഗ്രാമിന് 500 രൂപ. ഇല്ല, 110 rupees. ഓ 500 എഴുതി വെച്ചു. ഇത് വെള്ളത്തിൽ മാത്രം ഇട്ടാൽ മതി, തിളപ്പിക്കണ്ട. സാധാ വെള്ളത്തിൽ ഇട്ടാൽ മതി. ഓ എടാ, ഇത് സാധാ വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് ഇത് ലെമൺ ടീയാ. ആ, ഇത് തിളപ്പിക്കണ്ട എന്നാണ് പറഞ്ഞത്. എങ്ങനെ? സാധാ പച്ചവെള്ളത്തിൽ ഇട്ടാൽ മതി. ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ പച്ചവെള്ളത്തിൽ ടീ ആകിയ ചങ്ങായി. പച്ചവെള്ളത്തിൽ ഇട്ടാലും കേട്ടോ, തണുത്തള്ളത്തിൽ ഇട്ടാലോ. അപ്പോൾ ഏതായാലും ഇത് ഗ്രീൻ ടീ ആണ്. ഇത് എത്ര വരുന്നുണ്ട്? ഇത് 200. 200. എത്ര ഗ്രാം വരുന്നത്? ഇത് 250 grams. 50 ഗ്രാമിന് 200 വരുന്നുണ്ട്. ഇത് ചോക്ലേറ്റ് ഉണ്ട്. ഇത് ജിഞ്ചർ ടീയില 2 വെറൈറ്റി. 2 വെറൈറ്റി. പാലൂത്തി ഇടല, ഇത് കട്ടൻ ചായ. ഓക്കെ. ഇത് ഇത് ഓർത്തഡോക്സ്. ഇത് നോർമൽ ടീ ലീഫ് ആണ്. ഇത് നോർമൽ ടീ ഇത് നോർമൽ ടീയിൽ ലീഫ് വരുന്നത്. ആ ഓ, ഇതിൽ ലീഫ് ആയിരിക്കും, ഇത് പൊടിയായിരിക്കും. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാണ്? ഇത് സാധാ തിളപ്പിച്ചെടുക്കാൻ തന്നെയാണോ? അത് അപ്പോൾ ഇല ഉണ്ടാവും, അതിൽ ലീഫ് ഉണ്ടാവും, ചായ ലീഫ് ഉണ്ടാവും. ഓ, ഇത് എത്ര റേറ്റ് വരുന്നത്? 150. 250 ഗ്രാം. ഓക്കെ ഓക്കെ. 250 ഗ്രാമിന് 150 ആണ് റേറ്റ് വരുന്നത്. ഓ, ഇത് രണ്ടും വേറെ തന്നെ അല്ലേ? ഇതൊക്കെ ലീഫ് തന്നെ വരുന്നത്? ഇത് ലീഫ് തന്നെ. ഓ, ഇത് ചോക്ലേറ്റിൻ്റെ ആണ്. 500. 250. ഓക്കെ ഓക്കെ. എനിക്ക് അത് വാങ്ങണേ. ഇത് വാങ്ങണോ? ഇത് വാങ്ങണോ ലീഫ്? ഓർത്താണ്ടാണ് ലീഫ്. ലീഫ് വരുന്നത്. ഇതൊക്കെ ഒലിവ് അല്ല അത് വരുന്നത്? ബോഡി മസാജ്. ഓ, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്ന? ഫാക്ടറി ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണോ? എവിടെ നിന്ന്? വേറെ. ഓ, ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? 220. ഓ, 220. എത്ര ഗ്രാം? 100. ഇത് ഗൾത്തിരി ഓയിൽ, പെയിൻ ഓയിൽ, പെയിൻ റിലീഫ് ഓയിൽ. വേറെ സാധനങ്ങളാട്ടോ, ഒക്കെ സോപ്പുകളാണ്. ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ചെറിയ ഇതെന്താ സാധനം? പംകിൻ സീഡ്സ്, ഏലക്ക, കറമ്പട്ട, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളേതായാലും ഒരു 100 ഗ്രാം ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. പോരാത്തതിന് വേറെയും കുറച്ച് നമുക്ക് വാങ്ങാം. 111 രൂപ. ഓ, നിങ്ങളിത് കാണുക. ഇനി ഞാൻ എടുക്കട്ടെ. ഓക്കെ. ചോക്ലേറ്റ് വാങ്ങി, കുഴപ്പമില്ല, രസമുണ്ട്. അതിൽ ഒന്നുകൂടി എടുക്കും. ഒന്നുകൂടി അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് ചോക്ലേറ്റും കാര്യമൊക്കെ വാങ്ങി. നേഴ്സ് അവിടെ നിന്ന് ചായപ്പൊടി വാങ്ങുന്നുണ്ട്. ഏതായാലും വാങ്ങിയിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങാൻ പോകാം കേട്ടോ. അടുത്തോടത്ത് പോവാണ്. അപ്പോൾ ഏതായാലും പാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഇനി എല്ലാം ഇവിടുന്ന് വിടാൻ പോവാണ്. നടന്നോ? ആണ്ടാ ആ മതി. അവിടേക്ക് കയറി. അല്ല, പേരെന്നാ? ഞാൻ എഴുതി കൊടുത്തിരിക്കണം. നമ്മളെ ഉള്ളിട്ട് കയറി പുറത്തേക്ക് കയറിയ ഫുള്ള് കോടമഞ്ഞോണ്ട് മൂടിട്ടോ. കോടമഞ്ഞാൽ മൂടപ്പെട്ടു പോയി ഈ കേസ്. അപ്പോൾ നമ്മളേതായാലും പോവാണ്. ഓ, നമ്മൾ